എങ്ങനെയാണ് ഫോണിൽ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ കോപ്പി ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കാം. ഇത് വളരെ എളുപ്പമായ ഒരു രീതിയാണ്. ഇതിനു വേണ്ടി നമ്മൾ ഡാറ്റ കേബിൾ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. വിത്തൗട്ട് ഡാറ്റ കേബിൾ നമുക്ക് എങ്ങനെ ഫോണിലുള്ള ഡാറ്റാസ് നമ്മുടെ ലാപ്ടോപ്പിലേക്ക് മാറ്റാം നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എക്സെൻഡർ ആപ്ലിക്കേഷൻ ആണ്. നമ്മളെല്ലാവരും എക്സെൻഡർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യാറുണ്ട്. എന്നാൽ ആരും തന്നെ എക്സെൻഡർ ഉപയോഗിച്ച് ലാപ്ടോപ്പിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യുന്നത് നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കാറില്ല. എന്നാൽ ഇത് വളരെ എളുപ്പമുള്ള രീതിയാണ്. ഇവിടെ നമുക്ക് കാണാം, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന എക്സെൻഡർ തന്നെ ഇതിന് ഉപയോഗിക്കാം. എക്സെൻഡർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ഐക്കൺ കാണാം, സെൻഡ് എന്നും റിസീവ് എന്നും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് റിസീവ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. ഇവിടെ റിസീവ് എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഡിവൈസസുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഡിവൈസസ് ഒന്നും നമ്മളിവിടെ ലിസ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ നമുക്ക് വേറെ ഓപ്ഷൻ കാണാം, കണക്ട് ടു PC എന്ന് കാണാം. ഈ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമുക്കിത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ കണക്ട് ടു PC എന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മുടെ ഫോണിൽ ഇങ്ങനെ ഒരു ഡിസ്പ്ലേ കാണാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ക്രിയേറ്റ് ടു ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? ഈ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോണിനെ ഒരു ഹോട്ട്സ്പോട്ട് ആക്കി നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ കാണുന്നത് പോലെ തന്നെ ഫോണിനെ നമ്മൾ ഹോട്ട്സ്പോട്ടായി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മുടെ ലാപ്ടോപ്പിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, ഇവിടെ നമ്മുടെ ഫോണിൽ നിന്ന് വരുന്ന ഹോട്ട്സ്പോട്ട് ഇവിടെ എത്തുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹോട്ട്സ്പോട്ടിന്റെ പേരാണ് എക്സെൻഡർ APA85C. അപ്പോൾ നമ്മളിവിടെ ലാപ്ടോപ്പിൽ നമ്മുടെ വൈഫൈ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എക്സെൻഡർ, ഫോണിന്റെ എക്സെൻഡർ ഇവിടെ റിസീവ് ആണ്, ഒരു വൈഫൈ ഇവിടെ അവൈലബിൾ ആയിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സെൻഡർ നമ്മുടെ സെയിം വൈഫൈയുടെ നെയിമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ വൈഫൈ ആണ് നമുക്ക് ഉറപ്പുവരുത്താം. അപ്പോൾ ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിന്റെ ഡിസ്പ്ലേ നമുക്ക് ശ്രദ്ധിക്കാം. ഓൾറെഡി നമ്മുടെ ഫോണിലേക്ക് നമ്മുടെ കമ്പ്യൂട്ടർ കണക്ട് ആയിരിക്കുന്നു, ലാപ്ടോപ്പ് ഫോണിലേക്ക് കണക്ട് ആയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ശരി. ഇവിടെ നമ്മൾ കമ്പ്യൂട്ടർ കണക്ട് ആയിരിക്കുന്നു, എക്സെൻഡർ എന്ന് പറയുന്ന നമ്മുടെ ഡിവൈസിലേക്ക് നമ്മുടെ ലാപ്ടോപ്പ് കണക്ട് ആയിരിക്കുന്നു. ഇതിനുശേഷം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ബ്രൗസർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഏതെങ്കിലും ഒരു ബ്രൗസർ സെലക്ട് ചെയ്യുന്നതാണ്. ഇവിടെ ക്രോം ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ക്രോം ഇവിടെ വന്നതായിട്ട് നമുക്ക് കാണാം. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു IP അഡ്രസ് അവർ തന്നിരിക്കുന്നു. 192.168 എന്ന് പറയുന്ന ഒരു IP അഡ്രസ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നു. ഈ IP അഡ്രസ് നമുക്ക് പതുക്കെ ഇവിടെ അടിച്ചു നോക്കാം. 192.168.1:33455. ഇവിടെ കാണുന്ന ഈ IP അഡ്രസ് നമ്മുടെ ബ്രൗസറിന്റെ അഡ്രസ് ബാറിൽ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്നു. ടൈപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ എൻ്റർ അമർത്തുന്നു. എൻ്റർ അമർത്തുമ്പോൾ ഇവിടെ കാണുന്നുണ്ട് നമ്മുടെ ഫോൺ ഡിസ്പ്ലേയിൽ ഇങ്ങനെ ഒരു സംഭവം വരും, ഇങ്ങനെ ഒരു നിർദ്ദേശം വരും എന്നിവിടെ കാണിച്ചിരിക്കുന്നു. എന്താണ്? ആക്സെപ്റ്റ് എന്നും റിസീവ് എന്ന നിർദ്ദേശം ഇവിടെ വരും എന്ന് ഇവർ കാണിച്ചിരിക്കുകയാണ്. നമ്മുടെ ഫോണിന്റെ ഡിസ്പ്ലേ നമുക്ക് നോക്കാം. ഇവിടെ കാണിക്കുന്നുണ്ട്, ഓൾറെഡി ഇവിടെ കാണിച്ചതുപോലെ തന്നെ ഡിക്ലൈൻ എന്നും ആക്സെപ്റ്റ് എന്ന് പറയുന്ന ഒരു നിർദ്ദേശങ്ങൾ നമുക്ക് ഇവിടെ കാണാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ അടിച്ചിരിക്കുന്ന ഈ ഡിവൈസിലേക്ക് ഇത് കണക്ട് ചെയ്യട്ടെ എന്നുള്ളതിനുള്ള ഒരു സമ്മതമാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആക്സെപ്റ്റ് കൊടുക്കുന്നു. ആക്സെപ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മുടെ ബ്രൗസർ ചെക്ക് ചെയ്യാം. ബ്രൗസറിൽ ഇപ്പോൾ കണക്ട് ആയിരിക്കുന്ന Lenovo A680 എന്ന് പറയുന്ന ഡിവൈസ് ഇവിടെ കണക്ട് ആയിരിക്കുന്നു. സോ ഇനി ഇവിടെ നമുക്ക് ഫോണിലുള്ള ഫോട്ടോസ്, അതുപോലെ തന്നെ ഫോണിലുള്ള സോങ്സ് എന്ന് വേണ്ട ഫോണിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇപ്പം നമ്മുടെ ഇന്റേണൽ സ്റ്റോറേജ് ഇവിടെ കാണാം. അങ്ങനെ എല്ലാം നമുക്ക് ഫോണിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ കിടക്കുന്ന ഒരു വീഡിയോ നമുക്ക് എങ്ങനെ നമ്മുടെ ഫോണിലേക്ക് മാറ്റാം എന്നാണ് അടുത്തതായി പറയാൻ പോകുന്നത്. ഇതിനു വേണ്ടി എൻ്റെ ഫോണിൽ, ഇതെൻ്റെ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ ഞാൻ ജസ്റ്റ് വെറുതെ ഡ്രാഗ് ചെയ്ത് ഈ ഫോണിന്റെ ഡിസ്പ്ലേയിലേക്ക് കൊണ്ടുപോയി വെക്കുന്നു. വളരെ എളുപ്പത്തിൽ ഡ്രാഗ് ചെയ്ത് ഈ ഡിസ്പ്ലേയിലേക്ക് കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ ഇവിടെ അപ്ലോഡ് ആയി കാണും, നമുക്ക് കാണാം സക്സസ് എന്നിവിടെ കാണിക്കുന്നു. നമ്മളിവിടെ ഈ വീഡിയോ ഈ ഫോണിലേക്ക് അപ്ലോഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. വളരെ എളുപ്പത്തിൽ ഈ വീഡിയോ നമ്മൾ നമ്മുടെ ഫോണിലേക്ക് മാറ്റി. ഈ നമ്മുടെ ഫോണിൽ ഇതുണ്ടോ എന്ന് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. ഇതാ വീഡിയോ ഇവിടെ വന്നിരിക്കുന്നു. അവിടെ എടുത്തിരിക്കുന്ന വീഡിയോ ഫോണിൽ എത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് ഇവിടെ കാണാം. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഫോൺ ഒരു ഡാറ്റ കേബിൾ ഇല്ലാതെ നമുക്ക് നമ്മുടെ ഫോണും ലാപ്ടോപ്പും തമ്മിൽ കണക്ട് ചെയ്യാവുന്നതാണ്.